ഉണ്ടെങ്കിൽ ഏത് തരത്തില് അവന്റെ ജോലി എന്താ, വരുമാനം എന്താ, നിലവിലെ ആസ്തി എന്താ എന്ന് വേണ്ട അവന്റെ ബയോഡാറ്റ മുഴുവൻ സക്കീർ 2 സെക്കൻഡ് കൊണ്ട് ഞെക്കിയാൽ സക്കീറിന്റെ ലാപ്ടോപ്പിൽ വിരൽ തുമ്പിൽ വരും. അതാ പാർട്ടിയുടെ സംവിധാനം. ഈ ഹൈടെക് സംവിധാനമല്ലേ, നിങ്ങളോട് ഞാനത് കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. അപ്പൊ നമ്മള് ഈ ഞങ്ങളറിയാത്ത പാർട്ടിയുടെ നേതാവ് ആരാന്ന് അറിയാനായിട്ട് ഈ മജീദിനെ ഒന്ന് അന്വേഷിച്ചപ്പോൾ ശരിയാണ് കേട്ടോ, അങ്ങനെ ഒരാളുണ്ട്, നമ്മളത് നിഷേധിക്കുന്നില്ല. ഈ മജീദ് നവംബർ 3-ാം തീയതി എറണാകുളത്തെ തൃപ്പൂണിത്തറയിലുള്ള ആയുർവേദ മെഡിക്കൽ കോളേജിൽ സ്കിൻ ക്യാൻസറായി അഡ്മിറ്റ് ചെയ്തതാണ്. തൊലിപ്പുറത്തുള്ള ക്യാൻസർ, തൊലിയിൽ ക്യാൻസർ ആയിട്ട് അയാളെ നവംബർ 3-ാം തീയതി തൃപ്പൂണിത്തറ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ നിന്ന് ഡിസംബർ 3-ാം തീയതി ആയപ്പോൾ, ഡിസംബർ 4-ാം തീയതി വൈകിട്ട് രോഗം അതീവ ഗുരുതരമായപ്പോൾ എറണാകുളത്തെ പ്രഗത്ഭമായ സ്വകാര്യ ആശുപത്രിയായ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. ഡിസംബർ 4-ാം തീയതി വൈകിട്ട് അവിടെ ഡിസംബർ 4 വൈകിട്ട് അഡ്മിറ്റ് ചെയ്ത ഈ മജീദാണ് മദനിക്കെതിരെ മൊഴി കൊടുത്തത്. അതെങ്ങനെയാണെന്നറിയോ? സ്വന്തം മാതാവിനെ, പിതാവിനെ, മക്കളെ, ഭാര്യയെ, സഹോദരനെ, സഹോദരിമാരെ ആരെയും തിരിച്ചറിയാൻ പറ്റാതെ ഡിസംബർ 4 വൈകിട്ട് 6:30 മജീദിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഡിസംബർ 14-ാം തീയതി അദ്ദേഹം മരിച്ചു. ഈ ഡിസംബർ 14-ാം തീയതി മരിക്കുന്നത് വരെ കണ്ണൊന്ന് തുറക്കുകയോ ഒരു ചെറുവിരൽ അനക്കുകയോ ചെയ്യാതെ ചത്തതിനക്കുമോ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ കോമാ സ്റ്റേജിൽ കിടന്ന മജീദ് എന്ന് പറയുന്ന ഇയാളാണ് മദനിക്കെതിരെ എന്ത് കൊടുത്തത്, മൊഴി കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെയാ കർണാടക പോലീസ് പറയുന്നതെന്നറിയുമോ? ഡിസംബർ 12-ാം തീയതി രാവിലെ മജീദ് എഴുന്നേറ്റു, കുളിച്ചു, നല്ല വസ്ത്രമൊക്കെ ധരിച്ചു, നേരെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്ന് താഴെ വന്നു. കർണാടക പോലീസിന്റെ ജീപ്പിൽ കയറി നേരെ കണ്ണൂര്. അവിടെ നിന്ന് 6 മണിക്കൂർ യാത്ര ചെയ്യണം. കണ്ണൂര് പോലീസ് ക്ലബിൽ വന്നു. പോലീസ് ക്ലബിൽ വന്നിട്ട് മദനിക്കെതിരെ ഈ പറഞ്ഞ മൊഴിയൊക്കെ കൊടുത്തിട്ട് ഡിസംബർ 13-ാം തീയതി രാവിലെ മജീദ് നേരെ വീണ്ടും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചെന്നു. എന്നിട്ട് ഡിസംബർ 14-ാം തീയതി പിറ്റേ ദിവസം സന്തോഷത്തോടുകൂടി മജീദ് മരിച്ചു. ഈ മജീദിനെ 4-ാം തീയതി വൈകുന്നേരം 6:30 അഡ്മിറ്റ് ചെയ്ത് അപ്പം മുതൽ മരിക്കുന്ന 14-ാം തീയതി വരെ മജീദ് ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല എന്ന് സബാഹി വെറുതെ പറയുന്നതല്ല. ഈ മജീദിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിലും അതിന്റെ സമ്മറിയിലും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മജീദ് മദനിക്കെതിരെ മൊഴി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഉപ്പും ചോറും നിന്ന് വളരുന്ന കേരളത്തിലെ എന്നല്ല ഇന്ത്യ മഹാരാജ്യത്തെ ഒരു കുഞ്ഞിനായി കിട്ടില്ല. മറ്റൊരു മഹാത്ഭുതം, ആദരണീയരായ പണ്ഡിതൻ അഷ്റഫിയൊക്കെ ഇരിക്കുന്ന വേദിയിൽ ഇതിനു മുമ്പ് വേദഗ്രന്ഥത്തിൽ മാത്രമേ ഈ അത്ഭുതം ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരാള് മദനിക്കെതിരെ മൊഴി കൊടുത്തു. പക്ഷെ എപ്പോഴാ മൊഴി കൊടുത്തതെന്നറിയോ? മരിച്ചു കഴിഞ്ഞ് 16 ദിവസം കഴിഞ്ഞിട്ട്. ഡേറ്റ് മാറിപ്പോയതായിരിക്കാം. മരിച്ചു കഴിഞ്ഞ് 16-ാമത്തെ ദിവസം അയാളെ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, മദനി ബാംഗ്ലൂർ സ്ഫോടനമൊക്കെ നടത്തിയത് ഞാൻ കണ്ടേന്ന് പറഞ്ഞിട്ട് വീണ്ടും ഖബറിലേക്ക് അയാൾ പോയി എന്ന് കർണാടക പോലീസ് എഴുതി വെച്ചിരിക്കുന്നു. ഇത് അംഗീകരിക്കാൻ ഈ തെളിവ് വെച്ചാണോ നിങ്ങൾ മദനിയെ പിടിച്ചിട്ടിരിക്കുന്നത്? ഈ തെളിവ് വെച്ചാണോ നിങ്ങൾ മദനി കുറ്റക്കാരനാണെന്ന് പറയുന്നത്? ഈ തെളിവ് വെച്ചാണോ മദനിയെ നിങ്ങൾ ഇഞ്ചിഞ്ചായി പീഡിപ്പിക്കുന്നത്? ഇതാണ് നിങ്ങളുടെ മുന്നിലുള്ള തെളിവെങ്കിൽ, ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ വ്യക്തമായ മറുപടി നിങ്ങൾ പറയേണ്ടി വരിക തന്നെ ചെയ്യും. തർക്കമില്ലാത്ത കാര്യമാണ്. ഇതൊക്കെയാ മദനിക്കെതിരെയുള്ള തെളിവ്. കൂട്ടരെ, ചിന്തിക്കുക, ചർച്ച ചെയ്യാൻ തയ്യാറാകുക. ഞാൻ എല്ലാവരുടെയും പിന്തുണയെയും സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ദേവി പ്രസാദ് ഷെട്ടിയുടെ പിന്തുണയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹൃദയത്തിന്റെ ഭാഷയിൽ കർണാടകയുടെ മണ്ണിൽ നിന്നും അന്യം നിന്നു പോകുന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ ആൺകുട്ടിയായ അഡ്വക്കേറ്റ് ദേവി പ്രസാദ് ഷെട്ടി, അങ്ങയുടെ അഭിപ്രായത്തെയും അങ്ങയുടെ പ്രസ്ഥാനത്തിന്റെ പിന്തുണയെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ വിഷയം മനുഷ്യാവകാശ വിഷയമായി എടുത്തുകൊണ്ട് മദനിയുടെ നീതിക്ക് വേണ്ടി രംഗത്ത് വരാൻ തയ്യാറായ ആദരണീയനായ UMLന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP, KPA മജീദ് സാഹിബ്, നിങ്ങളുടെ പ്രവർത്തനത്തെയും പിന്തുണയെയും ഞങ്ങൾ ഇതാ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന സെക്രട്ടറി
അദ്ദേഹവും പിന്തുണ പ്രഖ്യാപിച്ചു. സ്വാഗതം ചെയ്യുന്നു SDPI. എല്ലാവരുടെയും പിന്തുണ, കോൺഗ്രസിന്റെ, CPM-ന്റെ, CPI-യുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനം അവര് വല്ലാത്ത പ്രക്ഷുബ്ധരാണ്. അവരൊരിക്കലും അക്രമകാരികളല്ല, അവര് ക്ഷുഭിതരാണ്. ഈ ഇരിക്കുന്ന ജനം അവരൊരിക്കലും ബോംബിന്റെ തോഴന്മാരല്ല, അവര് തോക്കുകളുടെ കളിക്കൂട്ടുകാരല്ല, അവര് ക്ഷുഭിതരാണ്. പക്ഷേ അവരൊരിക്കലും അക്രമകാരികളല്ല. പക്ഷേ ഈ സമൂഹത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കുന്നതിനൊരു പരിധി വേണം. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളുടെ ഈ നഗറിന്റെ പേര് ഷഹീദ് സദ്ദാം ഹുസൈൻ എന്നാണ് ഈ നഗറിന്റെ പേര്. നമുക്കറിയാം 2006 ഡിസംബർ 30-ാം തീയതി ഈ സദ്ദാം ഹുസൈനെ അധിനിവേശ ഭീകരന്മാർ, ഞാൻ വിശാലമായിട്ട് പറയുന്ന ആദരണീയനായ പണ്ഡിത സുഹൃത്ത് അഷ്റഫി ഇരിക്കുന്ന വേദിയിൽ കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഷഹീദ് സദ്ദാം ഹുസൈൻ ഡിസംബർ 30-ാം തീയതി അദ്ദേഹത്തെ ഈ അമേരിക്കൻ അധിനിവേശ സേന ശക്തികൾ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുവന്ന് കഴുകുമരത്തിൽ നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് കയറിടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മുഖം ഒരു കറുത്ത തുണി കൊണ്ട് മൂടാൻ ശ്രമിച്ചപ്പോൾ ചുറ്റും നിന്ന് ആളുകൾ പറയുന്നത് എന്താ? സദറിനെ കുറിച്ച്, ഷെയ്ഖ് മുഖ്തദ സദറിനെ കുറിച്ച്, അതുപോലെ തന്നെ സദർ സിറ്റിയെ കുറിച്ച് സദ്ദാം കാണിച്ചു എന്ന് പറയുന്ന ക്രൂരതയെ കുറിച്ച് ചുറ്റും നിന്നവർ ആക്രോശിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സദ്ദാമിന്റെ മുഖത്തേക്ക് കറുത്ത തുണിയിടാൻ പോയപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാ നിങ്ങൾ എന്റെ മുഖത്ത് കറുത്ത തുണിയിടുന്നത്? അവര് പറഞ്ഞു, അങ്ങയുടെ കഴുത്തിലേക്ക് ഈ കൊലക്കയർ വീഴുമ്പോൾ, മരണത്തെ മുഖാമുഖം കാണുമ്പോൾ താങ്കളുടെ മുഖത്തുണ്ടാകുന്ന ഭാവ പകർച്ച ലോകം കാണാതിരിക്കാൻ വേണ്ടിയാണ് താങ്കളുടെ മുഖത്ത് കറുത്ത തുണിയിടുന്നത് എന്ന് പറഞ്ഞപ്പോൾ സദ്ദാം എന്ന് പറയുന്ന ആൺകുട്ടി, സിംഹക്കുട്ടി അവിടെ നിന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? എന്റെ മുഖത്തല്ല കറുത്ത തുണിയിടേണ്ടത്. മരണവുമായി ഞാൻ മുഖാമുഖം കാണുമ്പോൾ, മരണവുമായി ഞാൻ സംവദിക്കുമ്പോൾ എന്റെ മുഖത്ത് കാണുന്ന വിശ്വാസത്തിന്റെ നിശ്ചയദാർഢ്യം കണ്ടിട്ട് നിങ്ങളുടെ മുഖത്ത് ഭാവപകർച്ചയുണ്ടാകും. അതുകൊണ്ട് കറുത്ത തുണികൾ നിങ്ങളുടെ മുഖത്തിടാൻ പറഞ്ഞ ഷെയ്ഖ് സദ്ദാം ഹുസൈൻ, ആ സദ്ദാമിന്റെ പേരിലാണ് ഈ നഗറുള്ളത്. ഒരു കാര്യം കൂടി ആ വിഷയത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ സാക്ഷാൽ ബഗ്ദാദിന്റെ മണ്ണില് ഈ ഡിസംബർ 30-ന് അതുപോലെ തന്നെ കിർക്കുക്കിലും ഇറാഖിന്റെ തെരുവോരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലും ഒന്നിച്ചൊന്നായിട്ട് മുഴങ്ങിയ ഒരു ശബ്ദമുണ്ട്. സദ്ദാമിന്റെ കഴുത്തിലേക്ക് തൂക്കുകയറിടുമ്പോൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ കിർക്കുക്കിന്റെയും അതുപോലെ തന്നെ ബഗ്ദാദിന്റെയും ഇറാഖിന്റെ തെരുവോരങ്ങളിലൂടെ പറഞ്ഞു നടന്നത് ചോരയാണോ വേണ്ടത്, അതല്ല ജീവനാണോ വേണ്ടത്? അത് തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ഇറാഖിന്റെ തെരുവോരങ്ങളിൽ പ്രകമ്പനം സൃഷ്ടിച്ച യുവതയെ, എന്റെ പ്രിയപ്പെട്ട അധികാരികളെ മറക്കാതിരിക്കുക. ഇറാഖിന്റെ മണ്ണില് അങ്ങയ്ക്ക് ചോരയാണോ വേണ്ടത്, അതല്ല ജീവനാണോ വേണ്ടത്? അങ്ങയ്ക്ക് പകരം നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് കേരളത്തിൽ ഒരു മുദ്രാവാക്യം ഉയരുകയാണ്, ജീവൻ തരാം മാതരിയെ തരൂ, ജീവൻ തരാം മാതരിയെ തരൂ. ഷെയ്ഖ് സദ്ദാമിന്റെ ഷഹീദ് സദ്ദാമുമായി ഇതിനുള്ള വ്യത്യാസം എന്താണെന്നറിയുമോ? സദ്ദാമിന്റെ ജീവൻ തന്നു, എന്നിട്ടാണ് ജീവൻ വേണോ ജീവൻ തരാം, രക്തം വേണോ രക്തം തരാം എന്ന് പറയുന്നത്. നിരായുധരായ, പ്രക്ഷുബ്ധരായ, അക്രമകാരികളല്ലാത്ത, കലാപകാരികളല്ലാത്ത കേരളത്തിലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് യുവത ഒന്നിച്ചു പറയുന്നു, ജീവൻ തരാം മാതരിയെ തരൂ. പക്ഷേ സദ്ദാമിനെ പോലെ മാതരിയുടെ ജീവൻ എടുക്കാൻ ഞങ്ങളുടെ ശിരകൾ രക്തം ഒഴുകുന്ന കാലത്തോളം, ഞങ്ങളുടെ കൊക്കിൽ ജീവന്റെ അംശം തുടിക്കുന്ന കാലത്തോളം അനുവദിക്കില്ല. ജീവൻ വേണോ ഞങ്ങളുടെ ജീവൻ തരാം, പക്ഷേ മാതരിയെ തരൂ എന്ന മുദ്രാവാക്യത്തിന്റെ കാഠിന്യം മനസ്സിലാക്കി, ആവശ്യകത മനസ്സിലാക്കി, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമ്മളുടെ ഈ മുദ്രാവാക്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അധികാരികൾ പ്രവർത്തിക്കണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നിരപരാധിയായ മദനിയുടെ ജീവന് വേണ്ടി, അദ്ദേഹത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ ഒത്തുകൂടിയ നിങ്ങൾക്കൊരായിരം വീരവിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആദരണീയനായ പണ്ഡിത സുഹൃത്തിന് വേണ്ടി ഞാൻ വഴിമാറുന്നു. മർദിദ ഐക്യം സിന്ദാബാദ്.
ഇനി നമ്മെ അഭിസംബോധന ചെയ്യുന്നത്